ശരിയായുടെ ഭവനത്തിൽ പ്രവേശിച്ചു. അവിടെ യേശുവായിട്ട് സമാധാനം ചൊല്ലി. മറിയാമിന്റെ സമാധാനവചനം യേശുവ കേട്ടപ്പോൾ അവളുടെ ഉദരത്തിൽ പ്രജാപതിച്ചാടി. യേശുവ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഉച്ചത്തിൽ മറിയാമിനോട് പറഞ്ഞത്, സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ, നിന്റെ ഉദരം അനുഗ്രഹിക്കപ്പെട്ടത്. എന്റെ കർത്താവിന്റെ മാതാവ് എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്നുണ്ടായി? നിന്റെ സമാധാന ശബ്ദം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ എന്റെ ഉദരത്തിൽ പ്രജാപതി സന്തോഷത്തോടെ തുള്ളിച്ചാടി. കർത്താവ് തന്നോട് ചെയ്തതിന് നിവൃത്തിയുണ്ടാകും എന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാം പറഞ്ഞത്, എന്റെ കർത്താവിനെ പുകഴ്ത്തുന്നു. എന്റെ ആത്മാവ് എന്റെ രക്ഷിതാവായ ദൈവത്തെ സന്തോഷിച്ചു. എന്നാൽ അവൻ തന്റെ ദാസിയുടെ താഴ്മയെ നോക്കിക്കൊണ്ടിരിക്കുന്നു. കണ്ടാലും സകലാംശങ്ങളും തലമുറകളും എനിക്ക് ഭാഗ്യതകളും. എന്തെന്നാൽ ശക്തിമാനും പരിശുദ്ധനാമമായവൻ എങ്കിൽ വലിയ കാര്യങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. അവന്റെ കരുണാവിനെ ഭയപ്പെടുന്നവരുടെ മേൽ തലമുറകളായും വംശങ്ങളായും ഉണ്ടാകുന്നു. അവൻ തന്റെ ഭുജം കൊണ്ട് ജയമുണ്ടാക്കി തങ്ങളുടെ ഹൃദയവിചാരങ്ങളിൽ അഹങ്കാരികളെ ചിഹ്നിച്ചു. അവൻ ബലവാന്മാരെ സിംഹാസനങ്ങളിൽ നിന്ന് മറിച്ചിടുകയും താഴ്മയുള്ളവരെ ഉയർത്തുകയും ചെയ്തു. അവൻ വിശപ്പുള്ളവരെ നന്മകളോട് സമ്പൂർണ്ണരാക്കുകയും സമ്പന്നന്മാരെ വ്യക്തമായിരിക്കുകയും ചെയ്തു. അവൻ നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹാമിനോടും അവന്റെ സന്തതിയോടും സംസാരിച്ച പ്രകാരം എന്നേക്കും തന്റെ കരുണയെ ഓർത്തുകൊണ്ട് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചിരിക്കുന്നു. അനന്തരം മറിയാം 3 മാസത്തോളം യേശുവായുടെ അടുക്കൽ താമസിച്ചിട്ട് അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ശൈന